ബി.ജെ.പി കേരളത്തിൽ വളർന്നാൽ അതിന്റെ ക്ഷീണം ഉണ്ടാവുന്നത് UDF-നായിരിക്കുമോ LDF-നായിരിക്കുമോ? അതിപ്പോഴത്തെ കേരള രാഷ്ട്രീയം പഠിച്ചാൽ മതി. രണ്ടു കൂട്ടർക്കും ഒരുപോലെയല്ലേ. ഇത്തവണ LDF-നാണ് ഏറ്റവും ക്ഷീണം വന്നത്. LDF-ൽ നിന്നാണ് ബി.ജെ.പിയിലേക്ക് കൂടുതൽ വോട്ട് വന്നതെന്നാണ് തൃശ്ശൂർ ഒഴികെ ബാക്കിയുള്ള മണ്ഡലങ്ങളിലെ കണക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അതിനു മുമ്പ് ഒരു കാലഘട്ടമില്ലേ UDF-ൽ നിന്നാണ് കൂടുതൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടു കൂട്ടത്തിൽ നിന്ന് വരണ്ടേ. അതങ്ങനെ സംഭവിക്കുന്നതാണ്. നമുക്കിവിടെ ഒരു 3 ഫ്രണ്ടിലും നിലനിൽക്കാൻ പറ്റില്ല. ഏതെങ്കിലും 2 ഫ്രണ്ട് അങ്ങനെയൊന്നുമില്ല. 3 ഫ്രണ്ടിലും നിൽക്കാൻ പറ്റും. പിന്നെ കാരണം ഞങ്ങളങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. 3 ഫ്രണ്ടും നിലനിൽക്കുന്ന ഒരു കുറച്ച് നാളത്തേക്ക് അങ്ങനെയായിരിക്കും. അതിന് ശേഷമേ രണ്ടായിട്ട് വരുള്ളൂ. ഒരെണ്ണം ബി.ജെ.പി ആണെങ്കിൽ മറുപുറത്ത് ആരായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പം 3 എണ്ണം. അത് നമ്മൾ നിയമസഭാ ഇലക്ഷനിലൊക്കെ അത് പ്രൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന് ശേഷമേ വരുള്ളൂ. അപ്പോൾ അത് എത്ര സമയം എടുക്കും നമുക്കറിയില്ല. അത് 3 ഫ്രണ്ട് കുറച്ച് നാൾ നിലനിന്ന് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അവർ രണ്ടും കൂടെ ഒന്നാവും. ബംഗാളിലൊക്കെ അങ്ങനെയല്ലായിരുന്നു. ബംഗാളിലും ത്രിപുരയിലുമൊക്കെ അവരൊന്നാണ്. ഇപ്പോഴും അങ്ങനെയല്ലേ. ഇനിയിപ്പോൾ അവരെനിക്ക് തോന്നുന്നത് ബി.ജെ.പി ജയിക്കുന്നിടത്തല്ല അവർ ഒന്നാവും. ഇന്ത്യ അലയൻസ് അത് ആ രീതിയിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് രണ്ടും അങ്ങനെ വാനിഷ് ചെയ്ത് പോകുന്ന സംഭവം ഉണ്ടാകില്ല. അവർ 3 ഫ്രണ്ട് നിൽക്കും. അതിനുശേഷം അവരൊന്നാവും. ഇപ്പം ബംഗാളിലും അതുപോലെ തന്നെ ത്രിപുരയിലും എല്ലാം അങ്ങനെയല്ലേ. ആ രീതിയിലേക്ക് അതിന് പറഞ്ഞ സമയമെടുക്കും. ഞാൻ പറഞ്ഞ ഇതിൻ്റെ സ്റ്റെപ്പുകളുണ്ട്. ഇപ്പം തന്നെ അങ്ങനെ ആയി എന്ന് പറയാൻ പറ്റില്ല. ഇനി 2025 വരണം. അതിൻ്റെതായിട്ടുള്ള പിന്നെ ആ സമയത്ത് ഇത് നിലനിൽക്കില്ലേ. അത് തന്നെയല്ല, മറ്റ് സ്ഥലങ്ങളിലെ പോലെ അല്ലല്ലോ. ഈ മുന്നണികൾക്ക് ഇവിടെ ബേസ് ഉണ്ടല്ലോ. സാറ് JP മൂവ്മെന്റിലൂടെ പൊളിറ്റിക്സിൽ വന്ന ആളാണ്. ഇപ്പോഴും JP സ്കൂൾ ഓഫ് തോട്ട് സബ്സ്റ്റൻസ്. അപ്പോൾ ഈ പുതിയ BJP ഐഡിയോളജിയുമായിട്ട് എങ്ങനെ? അത് ഞാൻ പറയാം. ഞാൻ ഈ BJPയുടെ വിഷമം കണ്ടതാണ്. 1986 ഫെബ്രുവരി മാസം 1-ാം തീയതി രാമജന്മഭൂമിയുടെ ഗേറ്റ് തുറന്നു കൊടുത്തു. 3 വർഷം ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല. അതായത് 89 ജൂൺ മാസം 11-ാം തീയതി പാലംപൂരിൽ പാർട്ടി ഭയങ്കര ചർച്ചയാണ്. അത് ഏറ്റെടുക്കണം. അപ്പോൾ അത് റിലീജിയസാണ്, ഏറ്റെടുക്കാൻ പറ്റില്ല. അശോക് സിംഗ് അവിടെ വന്നുകൊണ്ട് പറയുന്നു ഒറ്റ രാഷ്ട്രീയക്കാരനെ ഇങ്ങോട്ട് കയറ്റിയല്ല ആ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത്. അവസാനം ഈ ഇത് തുറന്നു കൊടുത്തപ്പോൾ ഹിന്ദു സംഘടനകൾ അതിനെ വലിയ കാര്യമായിട്ട് ആഘോഷിച്ചില്ല. അതിൻ്റെ അകത്തൊരു ട്രാപ്പ് ഉണ്ടാവും എന്ന് മനസ്സിലായി. പക്ഷേ 87 നമ്മുടെ ജനുവരി 26 കരിദിനമായിട്ട് ബാബരി മസ്ജിദ് ആക്ഷൻ കൗൺസിൽ കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇന്ത്യ മുഴുവൻ ആചരിച്ചു. അപ്പോഴാണ് ഇന്ത്യയിൽ അറിയുന്നത് ഈ സംഭവം. ഞാനുണ്ട് BJPയിൽ. അത് കഴിഞ്ഞ് രാമജന്മഭൂമി അങ്ങനെ ക്ലിക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ രാജീവ് ഗാന്ധി ഈ രാമരാജ്യത്തെ പറ്റി പറയാൻ തുടങ്ങി. വലിയ ഇതിലേക്കായി. ഇത് ബാബരി മസ്ജിദ് ആക്ഷൻ കൗൺസിലും ശക്തമായി. അപ്പോഴാണ് ഇത് രക്ഷയില്ല എന്ന് പറഞ്ഞ് അധ്വാനിച്ചാണ് ഇത് ഏറ്റെടുക്കണം. അതിനെങ്ങനെ ഏറ്റെടുക്കും? ഇത് ദേശീയ വിഷയമാണ്. രാമൻ ദേശീയ പുരുഷനാണ്. അല്ല, ഇത് വീണ്ടും പിളരും, ഇന്ത്യയെ വീണ്ടും വിഭജിക്കാനുള്ള പണിയാണ് എന്ന് പറഞ്ഞിട്ട് ഇത് ഏറ്റെടുക്കുന്നു. അന്ന് പത്രസമ്മേളനം നടത്തുന്ന അടൽജിയാണ്. അടൽജി പറഞ്ഞൊരു വാക്കുണ്ട്, അതിപ്പോഴും ശരിയാണ്. ഇത് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. രാമജന്മ വിഷയം സഹായിക്കും. രാമക്ഷേത്രം അവിടെ പണിയാൻ വേണ്ടി സഹായിക്കും. BJP ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിരിക്കുകയല്ല. ഇവരെ സഹായിക്കും അവിടെ ക്ഷേത്രം പണിയുന്നതാണ്. ഇന്നലെ വരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അജണ്ട തീരുമാനിച്ചത് കോൺഗ്രസ്സാണ്. ഇന്ന് മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അജണ്ട ഞങ്ങൾ തീരുമാനിക്കും. ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് ഇപ്പം മോഡി ചെയ്തതുപോലെ അന്ന് ഈസിയായിട്ട്, മോഡി എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ആരാണ്, ഇപ്പം പരിഹരിച്ചതുപോലെ അന്ന് പരിഹരിക്കാമായിരുന്നു. 86 ആരും അറിയുക പോലും ഇല്ലായിരുന്നു. 2 കൂട്ടരെയും വിളിച്ചിരുത്തി അല്ല ജുഡീഷ്യലായിട്ടൊക്കെ അന്ന് പരിഹരിക്കാമായിരുന്നു. അതിനെയാണ് വർഗീയത എന്ന് പറയുക. ഒറിജിനൽ വർഗീയത കോൺഗ്രസ്. അത് മറ്റേ ഷബാനു കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ഒറിജിനൽ വർഗീയത തുടങ്ങിയത് അതിൻ്റെ ഉസ്താദുമാരാണ് കോൺഗ്രസ്സുകാർ. ഇന്ത്യ വിഭജിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. 2 പേരും ആദ്യം കോൺഗ്രസ് ആയിരുന്നല്ലോ, ജിന്നയും നെഹ്റുവും.
രണ്ടുപേരും വിദേശ വിദ്യാഭ്യാസമുള്ളവർ, നിരീശ്വരവാദികൾ, അല്ലേ? വളരെ പുരോഗമന ചിന്താഗതിക്കാർ. അവരെന്താ എങ്ങനെയാണ് ഈ രാജ്യത്തെ വിഭജിച്ചത്? മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലേ? അതാണ് അതിൻ്റെ ജീൻ, ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതിൻ്റെ വരുന്നത്. അതിനെ ഈ രീതിയിൽ കൗണ്ടർ ചെയ്തില്ലായിരുന്നെങ്കിൽ, ദേശീയത ഉപയോഗിച്ച് കൗണ്ടർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ത്യയെ ഇപ്പോൾ വീണ്ടും വിഭജിക്കുമായിരുന്നു. അതാ ചെയ്തത്. അത് കൂടെ നിന്നിട്ട് ആ വിഷമം മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ അന്ന് പരിഹരിക്കാമായിരുന്നു. അപ്പോൾ അത് കോൺഗ്രസ്സിന് എപ്പോഴും ഇത് ആവശ്യമായിരുന്നു. രണ്ടു കൂട്ടരെ അവർ എന്നിട്ടറിയോ, പല കോൺഗ്രസ്സുകാർ തന്നെ അടിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ ചർച്ചകളിൽ നമ്മുടെ ചാനലിലിരിക്കുമ്പോൾ 89 നവംബർ മാസം 3-ാം തീയതി പ്രചരണം തുടങ്ങിയ രാജീവ് ഗാന്ധി എവിടെ നിന്ന് തുടങ്ങിയെന്നറിയാം? ആ ഇലക്ഷൻ പ്രചരണം അയോധ്യ. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഞാൻ രാമരാഷ്ട്രം നിർമ്മിക്കാനാണ്, രാമരാജ്യം നിർമ്മിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അവിടെ ഒരു പ്രഖ്യാപനം, ശിലാന്യാസം, ആദ്യത്തെ ശിലാപൂജയാണെന്ന് തോന്നുന്നു, ശിലാപൂജ 1989 നവംബർ മാസം 9-10 തീയതികളിൽ പ്രധാനമന്ത്രി അന്നേരം അയോധ്യയിൽ പോയിട്ട് പറയുകയാണ്, ഞാൻ ഇവിടെ നിന്ന് രാമൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഞാൻ പ്രചരണത്തിന് പോവുകയാണ്, എനിക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് വന്നത്. എൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആ ശിലാപൂജയിൽ പങ്കെടുക്കും. ആരാ? ബൂട്ടാ സിംഗ് ആ പൂജയിൽ പങ്കെടുത്തു, ശിലാപൂജയിൽ. അപ്പോൾ അതെന്താ രാഷ്ട്രീയം? അതിപ്പോൾ പറഞ്ഞ കോൺഗ്രസ്സുകാർക്ക് അറിയില്ലായിരുന്നു, പലർക്കും, ന്യൂ ജനറേഷൻ. ഞാനിതിൻ്റെ കൂടെ ഉള്ളതായതുകൊണ്ട് എനിക്കറിയാമായിരുന്നു. അതാണ് അവരുടെ രാഷ്ട്രീയം. പിന്നെ അദ്വാനിജി രഥയാത്ര നടത്തിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒറിജിൻ അവിടെ നിന്നാണ് ഇതിൻ്റെ എല്ലാം. രാഹുൽ പിന്നെ എന്താ കോൺഗ്രസിൻ്റെ തന്നെ പണി തീർന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വർഗീയത അത് ജനങ്ങൾക്ക് പിടികിട്ടും. ഇതിനെ കൗണ്ടർ ചെയ്യാനാണ്. അതിനിടയിൽ അവർ ഉദ്ദേശിക്കുന്ന രീതി നമുക്കറിയാം. അതുകൊണ്ട് അത് വർഗീയത എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് നമ്മൾ അധികമായിട്ട് ചർച്ച ചെയ്യാതിരിക്കുകയാണ് ഭേദം.